കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗം ഇന്ന് പട്നയിൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും. ദേശീയ തലത്തിൽ വോട്ടുകൊള്ള ആരോപണം കൂടുതൽ സജീവമായി ഉയർത്തുന്നതിനുള്ള രൂപരേഖയും യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, ഈ വോട്ടുകൊള്ള അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള രൂപരേഖ തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ മുന്നൊരുക്കങ്ങൾക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന് വേണ്ടേ കരുതാൻ? അനുശ്രീ, 1940 ഇതിനു മുൻപ് ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേർന്നിട്ടുള്ളത്. അതായത് 85 വർഷത്തിന് ശേഷം ബീഹാറിൽ വീണ്ടും ഒരു പ്രവർത്തക സമിതി ചേരുമ്പോൾ, ഇതിനു മുൻപ് പ്രവർത്തക സമിതി ചേരുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന അല്ലെങ്കിൽ പട്നയിൽ നടക്കുന്ന പ്രവർത്തക സമിതിക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. അതിലൊന്ന് അനുശ്രീ ചോദിച്ച പോലെ തന്നെ കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വോട്ട് കൊള്ള ആരോപണം കൂടുതൽ ശക്തമാക്കുന്നു. കാരണം 2 പ്രസന്റേഷനുകൾ അദ്ദേഹം നടത്തി. ഒന്ന്, കർണാടകയിലെ മഹാദേവപുരം മണ്ഡലത്തിലെ വോട്ട് കൊള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അതിന് പിന്നാലെ തന്നെ കർണാടകയിൽ തന്നെ അളന്ത് മണ്ഡലത്തിലെ വോട്ട് ക്രമക്കേട്, അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവ്വം നീക്കം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളടക്കം തുറന്നു കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി. അങ്ങനെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു കഴിഞ്ഞു. ഇനിയും ഉണ്ട്, ഹൈഡ്രജൻ ബോംബ് പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വോട്ട് കൊള്ള ആരോപണം അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയം ദേശീയ തലത്തിൽ കൂടുതൽ ചർച്ചയാക്കുക, അതിനൊരു രൂപരേഖ തയ്യാറാക്കുക എന്ന് തന്നെയാണ് ഇന്ന് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്താണ് ഇനി ഈ വിഷയത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കാൻ പോകുന്നു, എങ്ങനെയായിരിക്കണം ഇത് ഏറ്റെടുക്കേണ്ടത്, പ്രചാരണം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേതാക്കളെ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും എങ്ങനെയായിരിക്കും രാജ്യവ്യാപക ക്യാമ്പയിൻ, പ്രതിഷേധം, ഈ വിഷയം ഏറ്റെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ രൂപരേഖ പ്രവർത്തക സമിതി യോഗം തയ്യാറാക്കും. ഏതായാലും തന്നെ രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ ബീഹാറിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ യാത്ര നടത്തിക്കൊണ്ട് വോട്ട് അധികാർ യാത്രയടക്കം നടത്തിയതാണ്. രണ്ടാമത്തെ കാര്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 25-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. അതായത് 2020 സെപ്റ്റംബർ 25-ന് അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. ഏതായാലും അത്തരം ഒരു സാധ്യതയുള്ളതിനാൽ എന്ന് വേണമെങ്കിലും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. മാത്രമല്ല, സമീപകാലത്തൊക്കെ പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇത്രമേൽ സജീവമായി രാഹുൽ ഗാന്ധിയെ കാണാറില്ല. പ്രചാരണത്തിന് പോകാറുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി തന്നെ പ്രചാരണം നയിക്കുന്ന ഒരു ഘട്ടം പതിവ് അങ്ങനെ കുറവാണ്. പക്ഷേ ബീഹാറിൽ അങ്ങനെയല്ല കണ്ടത്. ഏതാണ്ട് 1300 കിലോമീറ്റർ യാത്ര രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും മറ്റ് സഖ്യകക്ഷി നേതാക്കളൊക്കെ കൂടി നടത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് നേരത്തെ കൂട്ടി കടന്നിരുന്നു ഇന്ത്യ സഖ്യം. കാരണം അവിടെ 20 വർഷമായി JDUവിന് ആധിപത്യമുള്ള ഭരണമാണ്. ആ ഭരണം അവസാനിപ്പിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണം, ഒന്ന്, ബീഹാർ ജയിക്കാനായാൽ ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കും. മാത്രവുമല്ല, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരണമില്ല. അതുകൊണ്ട് തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണം ഏതൊക്കെ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ചർച്ച പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകും. അനുശ്രീ.